1865 അല്ലേ? എവിടെയെങ്കിലും പോയിട്ട് വിലക്കുറവിൽ ഈ സാധനം ഒരാൾ തരാന്ന് പറഞ്ഞു വെച്ചാൽ അതിൽ എന്തായാലും മസ്റ്റായിട്ട് ഈ സാധനം ഉണ്ടാവും. ഒരു ഉത്തരം ഇത് നീ 5 4 വെച്ചാലും ഞാൻ കെട്ടിത്തരാം. അത്ര ഹൈറ്റിൽ പോയി ആ ഓട് പോയിട്ട് നോക്കി നോക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലല്ലോ ഇതിന്. മധുര കമ്പനി സിനിമാ നടി KR വിജയുടെ കമ്പനിയാണ് അല്ലേ? നമസ്തേ ഭഗവാൻ. കാരണം നമ്മള് ഓടിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ ഓട് വേണമെന്നുള്ള ഒരു പ്ലാന് ഇപ്പൊ നമ്മള് നിലവിലാണ്. ആദ്യം ഷീറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ അതിന്റെ വിലയും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഏറ്റവും നല്ലത് സെക്കൻഡ് ഓട് എടുത്തതിന് ശേഷം പട്ടികൾക്ക് പകരം കമ്പിയൊക്കെ ഇട്ട് മേയ്ക്കണമെന്നായിരുന്നു. അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഓട് കരിമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് അത്യാവശ്യത്തിന് ജയലളിതയുടെ ഓട് വരെ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. നിരവധി കളക്ഷൻസ് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതായത് പിന്നെ ഒരേ കമ്പനിയുടെ തന്നെ നിരവധി ഓട് കിട്ടും. നമുക്ക് ചെറിയ ചെറിയ സ്ഥലത്ത് നിന്ന് എടുക്കുമ്പോൾ നമുക്ക് ഓട് പെയ്യുമ്പോൾ ചെറിയ പാകപ്പിഴകൾ ഉണ്ടാവും. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങോട്ടാണ് ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ പോകുമ്പോൾ നിങ്ങളെയും കൂടെ കൂട്ടാം എന്ന് വിചാരിച്ചു. ഭഗവാനെ അങ്ങനെ നമ്മൾ ലൊക്കേഷനിലെത്തിയിട്ടുണ്ട്. ഇത് ശരിക്കും എവിടെ വരണമെന്നറിയോ? കണ്ടോ, ഓടുകളുടെ ഒരു ശേഖരം തന്നെയാണ് ഇവിടെ. വന്ന് കണ്ടു കഴിഞ്ഞാൽ അന്തം വിട്ടു പോകും. അത്രയെങ്ങാനും കളക്ഷനാണ് ഈ സ്ഥലത്തുള്ളത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ലയിൽ കരിമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത്, കരിമ്പുഴ പാലത്തിൻ്റെ ഓപ്പോസിറ്റാണ്. അവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്. ആ ക്ഷേത്രത്തിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഗംഭീരമാണ്. കണ്ടോ, ഇവിടെ ഓടുകൾ കഴുകി പെയിൻ്റ് അടിച്ചു കൊടുക്കും. കണ്ടോ, നമ്മൾ നടന്ന് കാണാൻ തന്നെ ഒരുപാടുണ്ട്. അവിടെ ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഓടുകൾ, പല കമ്പനികളുടെ പല സ്ഥലത്തുള്ള ഓടുകളുടെ കളക്ഷൻ. സൂപ്പറാണ്. ഒരുപാട് ഓടിൻ്റെ കളക്ഷൻസ് ഇവിടെ ഉണ്ട്. കണ്ടോ ഭഗവാന്, ഓടുകളുടെ കളക്ഷൻ തന്നെയാണ്. നമ്മുടെ പഴയ സിനിമാ നടി ജയലളിത, KR വിജയ ഇവരുടെയൊക്കെ ഓടുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. വെറും 4 രൂപയ്ക്ക് ഓട് ഇവിടെ കിട്ടും. പഴയ ഓട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നേരെ ഇങ്ങോട്ട് കിട്ടോ. ഇവിടെ ഓടിൻ്റെ അതിപ്രസരമാണ്. അടിപൊളിയല്ലേ? ഇവിടെ ഓടേ ഉള്ളൂ. അതെ, ഇഷ്ടംമാതിരി ഉണ്ടല്ലോ. ഡബിൾ ഗാഡിയിൽ ഏറ്റവും കുറവുള്ളത് ഒരൈറ്റം കിടക്കുന്ന കമ്പനിയാണ്. ഇതാണെങ്കിൽ നമുക്ക് 16 ലാസ്റ്റ് ചെയ്തുതരാം. 16 കൊടുക്കുന്നത്. ഇതാണ് ഒരു ഐറ്റം വരുന്നത്. അതില് ശ്രീബുദ്ധ എന്ന് പറഞ്ഞാൽ ശ്രീബുദ്ധ മാത്രമേ അതിലുണ്ടാവുള്ളൂ, അതല്ലാത്ത ഓടുണ്ടാവുള്ളൂ. അത് നമ്മൾ സ്ലോട്ട് ചെയ്ത് മാറ്റി വെച്ചാണ്. അതേപോലെ ഈ 2 പല്ല് പോയ ഓട്, ഇങ്ങനെയൊക്കെ ചീന്തി പോകുന്ന ഓടും നമ്മളിതിൽ വെച്ചിട്ടുണ്ടാവില്ല. അത് കംപ്ലീറ്റ് ഫ്ലോട്ട് ചെയ്ത് ഒരു വട്ടം ഇറക്കി തെരഞ്ഞ് മാറ്റി വെച്ച ഓടാണ്. ഇത് നമുക്ക് 16 രൂപക്ക് വണ്ടി കയറ്റിത്തരാം. അത് ഒറ്റ കമ്പനിയാണ്. ഇതിന്റെ ഈ പിടുത്തം കുറച്ച് നീളമല്ലോ. അതുകൊണ്ട് ഞാൻ ഇത് സ്റ്റാർട്ടിങ് കാണിച്ചൊന്നും മാത്രം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറെ പോകുന്നുണ്ട്. ഇത് ബജറ്റ് മാത്രം, അത് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. ഇത് ഏകദേശം നമുക്കൊരു 22 ലാസ്റ്റ് ചെയ്ത് തരാം.
ഇത് മലബാർ 3 കിലോ ഒരു പീസ് വെയിറ്റ് വരും. അത് നിങ്ങൾ നേരെ പിന്നത്തെ പിടിച്ച ഓടും അതും പാടെ പിടിച്ചു നോക്കി അറിയാം. ഇതാണ് ആ ഡബിൾ കാർഡ്. ഇതൊന്നും പിടിച്ചു നോക്കുമ്പോ രാവും പകലും തമ്മിലുള്ള വ്യത്യാസം. വീതി, അതായത് ഇത് നമുക്ക് വില കുറവാകും, പക്ഷെ നമുക്ക് ഇവിടെ എണ്ണം കൂടും. ഇത്ര ഓട്, അതായത് 10 ഓട് വെക്കുമ്പോ 2 ഓട് അധികം വേണ്ടി വരും ഈ ഓട്. അപ്പൊ 1000 സ്ക്വയർ ഫീറ്റേക്ക് ഇത് 1300 എടുക്കുകയാണെങ്കിൽ ഇത് 1200 എടുത്താൽ മതിയാവും. ആ ഒരു ഡിഫറൻറ്റ് വരുന്നുണ്ട്. 22 രൂപ. അന്നത്തെ കാലത്ത് 45 രൂപയോളം വില വരുന്ന ഓടാണ് മലബാർ. ഫറൂഖിൽ ഉണ്ടായിരുന്ന, കോഴിക്കോട് ഉണ്ടായിരുന്ന കമ്പനിയാണ്. ഇതിന്റെ ബാക്കിൽ ഉണ്ടാവും. നിങ്ങൾ പറഞ്ഞ സംഭവം ഇതാണ്. പിൻഭാഗം കുറച്ചുകൂടി പിടുത്തം കൂടുതലുള്ളത്. പിന്നെ ഇതിന്റെ ചാലിന്റെ തിക്നെസ്സിലും വ്യത്യാസങ്ങളുണ്ട്. ഇതിന്റെ ചാലിന്റെ ഈ ഒരു ആഴം പോലെ അല്ല ഇതിനുള്ളത്, ഒന്നും കൂടി കൂടുതലുണ്ട്. ലൈഫ് ടൈം അവിടെ കടന്നുള്ളത്. പിന്നെ രണ്ടാമത് ഇതിന്റെ അടിയത്തെ ഈ ഒരു ഇരുത്തം കണ്ടോ, ഇതിന്റെ കണ്ടോ, ഇതിനാകെ ഇത്രയേ ഉള്ളൂ വരുന്നത്. അപ്പൊ അതുകൊണ്ടുള്ള ഒരു എന്ന് പറയുന്നത് നമുക്ക് വെക്കുന്ന ഇരുത്തം കണ്ടില്ലേ, ഒരു പ്രാണി പോലും പിന്നെ ഇതിന്റെ ഉള്ളിലോട്ട് കേറി പോവില്ല. കറക്റ്റ് സീറ്റിംഗ് ആയിട്ട് നമ്മൾ സ്കെയിൽ വെച്ച് വരണ പോലെ നമുക്ക് മേച്ചിൽ കറക്റ്റ് ആയിട്ട് കിട്ടും. ഇതിന്റെ ഇരുത്തം എന്ന് പറയുമ്പോ ഇരുത്തം കിട്ടും, കിട്ടില്ല എന്നല്ല. പണ്ടത്തൊക്കെ ഒരു ഇതിലിട്ട് ചെയ്യുമ്പോ ഒരു വാ പൊളിച്ചിരിക്കണ ഒരു ഇത് കണ്ടില്ലേ, ഈ ഇത് പ്രാണികളൊക്കെ അതിന്റെ ഉള്ളിലോട്ട് കയറി വരാൻ സാധ്യത കൂടുതലാണ്. ഞാൻ രണ്ട് ജസ്റ്റ് കമ്പയർ ചെയ്ത് ഒന്നു മാത്രം. പിന്നെ ഇതിന്റെ ഫിനിഷിങ്ങും നല്ല ഫിനിഷിങ് കിട്ടും. വേണ്ടല്ലേ, ഇത് കഴുകി തന്നെ വെച്ച് കഴിഞ്ഞാൽ പുതിയ ഓടുകൾ ഉണ്ടാവും. അടിഭാഗം പിന്നെ എല്ലാ ഓടിനും കഴുകി കൊടുക്കുന്നുണ്ട്. കഴുകിട്ടാകുമ്പോ കുറച്ച് ടൈം എടുക്കും. ഒരു 10,000-40,000 ഓട് കൊടുക്കാനുണ്ട് നിലവിലേറ്റത്. ഏതാണ്ട് 2 മാസത്തേക്കുള്ള പണി ഏറ്റെടുത്തിട്ടുണ്ട്. 2 ഷിഫ്റ്റാണ് ഇപ്പൊ, നൈറ്റ് ഷിഫ്റ്റും ഡേ ഷിഫ്റ്റ്. അതാണ് എണീക്കാൻ വൈകി തന്നെ. രാത്രിക്കത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴത്തേന് രാവിലെ നിക്കണം, രാത്രി നിക്കണം എന്ന് പറയുമ്പോഴേ. അപ്പൊ ഇത് 2 സൈസ് പ്രൈസ് കുറച്ച് അല്ല, ഇത് ഞാൻ ഇത് കമ്പയർ ചെയ്യാൻ വേണ്ടി കാണിച്ചു. നമ്മൾ അടുത്ത ഐറ്റത്തേക്ക് കിടക്കാൻ കുഴപ്പമില്ല, നോക്കിയിട്ട് അവസാനം ഒരു തീരുമാനത്തേക്ക് എത്താം. അതല്ലേ നല്ലത്. ഒരുപാട് 1940, 1865, 1865. അതാണ് ഇതാ ഇരിക്കണ ഐറ്റം. അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മളെയും കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിച്ച സാധനങ്ങൾ. ഒലവക്കോട് കോമൽസ് ആയിരുന്നു അവരെ ഇതിൻ്റെ 1865 അല്ലേ? ഇത് നേവൽ ബേസ് ഉണ്ടല്ലോ, അതിലോട്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അന്നത്തെ കാലത്ത് കൊണ്ടുപോയ സാധനങ്ങളാണ് ഇതൊക്കെ. അത് ഇനി 2 തലമുറ കഴിഞ്ഞാലും ആ ഓടിനൊന്നും സംഭവിക്കാൻ പോകില്ല. ഇത് നമുക്ക് 15 രൂപയാണ് പീസ് വരുന്നത്, ഒറ്റപ്പാത്തി. പക്ഷെ അത് ഒറ്റപ്പാത്തിയാണ്, അതൊരു ഒറ്റപ്പാത്തിയാണ്. കാരണം നമ്മള് ആലനല്ലൂർ ആ ഭാഗത്തേക്ക് തന്നെ 2-3 സൈറ്റൊക്കെ ഒറ്റപ്പാത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട് ഡ്രസ് വർക്കിന്. ഒരിക്കലും കിനിവ് വരില്ലേ. ഇതിൽ എന്താ അറിയോ, ഒറ്റപ്പാത്തി പ്രശ്നം വരുന്നത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളെ മേച്ചിൽ ഇങ്ങനെയാണല്ലോ വരിക. ശരിക്കും ഒരു കമ്പനി ആണെങ്കിൽ പാത്തികൾ തമ്മിലൊരു ബന്ധമില്ല. ഇങ്ങനെയാണ് നമ്മൾ ഓട് മെയിന് പോവുക. അടുത്ത ലൈന് വരുമ്പോ നമുക്ക് കിട്ടേണ്ടത് അങ്ങനെയാണ്. അപ്പൊ ഇതിലെ വെള്ളം ഇതിലേക്കും വന്നു, ഇതിലെ വെള്ളം ഇതിലേക്കും വന്നു. പാത്തികൾ തമ്മിൽ യാതൊരു ബന്ധമില്ല. പാത്തികൾ തമ്മിൽ ബന്ധം വരുന്നത് എപ്പോഴാണെന്നറിയോ, ഒരു ഓട് മാറിയെങ്കിൽ ഈ വെള്ളം വന്ന് ഈ ചാലിക്കാണ് മറിയ. അപ്പോഴേ ഉള്ളൂ ചോർച്ച വരുള്ളൂ. ഇത് 13 രൂപയുടെ കോമ്പൽത്താണ്, ഇത് 15ന്റെ കോമ്പൽത്താണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാല് ഇത് ഇതിന്റെ സെക്കൻഡ് ക്വാളിറ്റിയാണ്. ഒരു കമ്പനിയുടെ തന്നെ ഫസ്റ്റ് ക്വാളിറ്റി മുതൽ 6ാം ക്ലാസ് വരെയുള്ള ഓട് വരുന്നുണ്ട്. അന്നത്തെ കാലത്ത് 6 തരാണ്. ഒരു ചൂളയിന്ന് ഇറങ്ങുമ്പോൾ അതിന്റെ സൗണ്ട് നോക്കി തരംതിരിച്ചിട്ടാണ് ഓടിന്റെ വില നിശ്ചയിക്കുക അവര്. ഈ സൗണ്ടാണ് ഓടിന്റെ ക്വാളിറ്റി അറിയുന്നത്, അല്ലാതെ കാണുന്നതിലുള്ള ഭംഗിയോ അതിനകത്ത് അത്രത്തോളം സൗണ്ട് ഉണ്ടാവില്ല. ഇതിന്റെ സൗണ്ടിന് ഡിഫറൻറ്റ് ഉണ്ടാവും.
ആ ഒരു സൗണ്ട് അല്ല, അതില് രണ്ടും പിടിച്ച് കൊട്ടി നോക്കി നോക്കുള്ളൂ. രണ്ട് വിരലിൽ തൂക്കി പിടിക്കുക. ആ വേവ് കിട്ടാത്തതിന്റെ ആ ഒരു ഇതാണത്. ചൂളയിന്ന് പൊട്ടിക്കുമ്പോഴാണ് ഇവര് തരം തിരിച്ച് മാറ്റി വെക്കുന്നത്. ഇപ്പോഴും സിസ്റ്റം അത് തന്നെയാണ്, പക്ഷെ ഇപ്പൊ മണ്ണ് വരുന്നതിന്റെ ആ ഒരു ചെറിയ വ്യത്യാസം ഉണ്ട്. 6ാം ക്ലാസ് ഓടിന് ഡബിൾ സൗണ്ട് വരും. ഡബിൾ സൗണ്ട്. ഈ 6ാം ക്ലാസ് ഓടുന്ന 6ാം ക്ലാസ് ഓടി കുറച്ച് തരം താഴ്ന്നതായിരിക്കും അല്ലേ? തരം താഴ്ന്നതല്ല. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുകൾ എന്തെങ്കിലും തോന്നുന്നു? നമുക്കെങ്ങനെ തോന്നുന്നു? അല്ല, ഒരു ഓട് കണ്ടു നിങ്ങൾക്ക്, ഇതിൽ എന്തെങ്കിലും മോശമായിട്ടോ അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു ഓടായിട്ട് തന്നെ തോന്നുന്നു. പക്ഷെ ഇത് പൊട്ടാണ് ഓട്. അങ്ങനെ കാണിച്ചു തരാം. ഇത് തട്ടി വെക്കാറ് കൂടൊക്കെ കണ്ടോ? ബാൻഡ് സെറ്റിന് കൊടുക്കാൻ പറ്റും. ഇത് കണ്ടോ? ഇതാണ് 6ാം ക്ലാസ് ഓട് പറയുന്നത്. നമ്മളെവിടെയെങ്കിലും പോയിട്ട് വിലക്കുറവിൽ ഈ സാധനം ഒരാൾ തരാന്ന് പറഞ്ഞു വെച്ചാൽ അതിൽ എന്തായാലും മസ്റ്റായിട്ട് ഈ സാധനം ഉണ്ടാവും. കാരണം ഫസ്റ്റ് ക്വാളിറ്റി ഒരിക്കലും ആ റേറ്റിൽ കൊടുക്കാൻ കഴിയില്ല. ഇതോ നിങ്ങൾ 5 ഉറുപ്പിക എന്നാലും കൊടുത്തു തരാം. 5 രൂപയ്ക്കും ഓടുണ്ട്. 5 രൂപക്കും തരാം. കോമൺവെൽത്ത് ഇപ്പൊ നമ്മളിതിന്റെ ഗ്യാരണ്ടി ഇല്ല. ഒരു ഉത്തരവ് ഇത് നീ 5 ഇല്ലെങ്കിൽ 4 വെച്ചാലും ഞാൻ കയറ്റിത്തരാം. ഇവിടെ കയറുന്ന ഉത്തരവാദിത്തേ ഉള്ളൂ. ഇത് മെയിനായിട്ട് എന്തേ പ്രശ്നം വന്നാലും നിങ്ങൾ ഏറ്റെടുക്കുക. ഇതൊക്കെ ഇങ്ങനെ നിങ്ങളെ തരം തിരിച്ചു. ഇതിൽ ഓരോ ഓട് പോലും നല്ലതുണ്ടാവില്ല. ഇതാ അതിന്റെ ഫസ്റ്റ് ക്വാളിറ്റി ആണ്. ഇത് 6ാം ക്ലാസ്. ഇത് ഈ ഡാമേജ് ആയിട്ട് മാറ്റി വെക്കുക കേട്ടോ. കാണാനടക്കം കഴിയില്ല. നമ്മള് ഇത് അറക്കുമ്പോ തന്നെ അതുമല്ലേ വരുന്നത്. കണ്ടുപിടിക്കാൻ കുറച്ച് ടാസ്ക് ആണ്. ഇവിടെ ഒരു പൊട്ടുണ്ട്. നമ്മൾ മൈന്യൂട്ടായിട്ടുള്ള ക്രാക്ക് ഉണ്ടുള്ളൂ, പക്ഷെ അത് സൗണ്ട് ഉണ്ട്. ഈ ഭാഗത്തായിട്ട് വരുന്നത് അത് നല്ല ഓടാണ്. ഇത് ഇനി കിണറ് കെട്ടാനാ കൊടുക്ക. റിങ്ങിന് പകരം ഓട് ഇതേപോലെ ചെരിച്ചു വെക്കും, റൗണ്ട് ചെയ്തിട്ട് ബേബി മെറ്റൽ ഇടും. അപ്പൊ എന്താ വെച്ചാൽ ഓരോ ഓടിന്റെ ഇടയിൽ കൂടി നമുക്ക് ഉറവും കിട്ടും. നമ്മള് റിങ് ഇടുമ്പോ ആ ഉറവിനെ അടക്കാണ്. പിന്നെ വേറെ ഗുണം എന്താ വെച്ചാല് നമ്മളെ വെള്ളത്തിന് എപ്പോഴും നല്ല തണുപ്പാവും. മൺപൂജയില് വെള്ളം കുടിക്കുന്നതിന്റെ ആ ഒരു എഫക്ട് ഉണ്ടാവും. പിന്നെ ഒരു നെഗറ്റീവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് താഴ്ത്താൻ കഴിയില്ല എന്നുള്ളതാണ്. മാക്സിമം താഴ്ത്തിയിട്ട് നമുക്കത് ചെയ്യാൻ കഴിയുള്ളൂ. അത് വട്ടം ഉള്ള കിണറെ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു കമ്പനി ഉണ്ട്. നമ്മള് മറ്റേത് കണ്ടതിനേക്കാളും ഒന്നുകൂടി ചാലിന്റെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി പെർഫെക്റ്റ് ആണ്. ഇത് നമുക്കൊരു 21 ചെയ്തുതരാം. ഇതൊക്കെ നമുക്ക് പുറത്തുനിന്ന് വരുന്ന സാധനം കേട്ടോ. ഹിന്ദുസ്ഥാൻ അതില് വർഷം ഉണ്ടാവില്ല. കോമൺവെൽത്തിൽ മാത്രമാണ് വർഷം പാറ്റേൺ കാണിക്കുക. ഇത് ഈ ഒരു വൃത്തി വരാൻ കാരണം എന്താ വെച്ചാൽ ഇത് പണ്ട് ഇവിടുന്ന് തമിഴ്നാട്ടിൽ കയറിപ്പോയി അവിടുന്ന് തിരിച്ചു വരുകൊണ്ട് മാത്രമാണ് ഈ ഓടിനൊരു വൃത്തി ഉള്ളത്. നമ്മുടെ നാട്ടിലത്തെ ഓട് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഉണ്ടാവും. അവിടേക്ക് പൊതുവെ മഴ കുറവാണല്ലോ തമിഴ്നാട്ടിലേക്ക്, അതുകൊണ്ട് കഴുകിയാൽ തന്നെ ഓട് പുതിയതുപോലെ ഉണ്ടാവും അത്. പക്ഷെ പുറത്തുനിന്ന് നമുക്ക് തമിഴ്നാട്ടിൽ സാധനം ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവരുമ്പോഴുള്ള ട്രാൻസ്പോർട്ടേഷൻ കൂടുതലാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇതിൽ റേറ്റിൽ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ കഴിയാത്തത്. റിവേഴ്സ് ചാർജ് വരുന്നുണ്ട്. സ്റ്റേറ്റ് വിട്ട് വരുമ്പോൾ നമുക്ക് ഇതിന് റിവേഴ്സ് ചാർജ് വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വില ഫറൂഖിന്റെ ഓടുകൾക്കാണ് കുറച്ച് ഡിമാൻഡ് കൂടുതലുള്ളത്. തൃശ്ശൂർ ഓടിന് ഇല്ലാന്നല്ല, പണ്ടത്തെ കാലത്ത് കുറച്ച് നല്ല ഏറ്റവും വില കൂടിയ ഓട് കോമൺവെൽത്ത് ആണ്. നേരത്തെ കാണിച്ചത്. ഇനി ബ്രിട്ടീഷുകാർ പണ്ട് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്തിരുന്ന ഒരു സാധനം ഉണ്ട്. നല്ല സാധനങ്ങൾ മാത്രം നോക്കിയിട്ട് കൊടുക്കും. ഇതാണ്
അതൊരു ഓടിന്റെ ഷേപ്പ് ആവില്ല വരും. നമ്മളെ ഇപ്പോഴത്തെ സെറാമിക്കിന്റെ ഓടുണ്ടല്ലോ അതിന്റെ ഷേപ്പാണ് വരും. വേറൊരു മോഡലല്ലേ? സെറാമിക്കിന്റെ ഓട് കണ്ടിട്ടില്ല ഇപ്പൊ വെയിറ്റ്ലെസ് ആണ്. ഇതെന്താ റേറ്റ്? ഇത് 20 കച്ചവടം ആയതാണ്, കൊളപ്പുള്ളിക്ക് ഓർഡർ ആയതാണ്. അത് അല്ല എന്താ റേറ്റ്? 27 ആ റേഞ്ച് വരുന്നുണ്ട്. 27. പക്ഷെ അതിന്റെ ഒരു കുറവ് എന്താ വെച്ചാൽ ഓരോട് ഡാമേജ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. അപ്പൊ കൊണ്ടുപോകുന്ന ആള് ഒരു സ്പെയർ ആയിട്ട് ഒരു 100 ഓട് കരുതണം അവിടെ. കാരണം ഇപ്പൊ ഇത് അടിക്കണില്ല. ഈ 2 പല്ലില്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. ഇത് നമുക്ക് പിന്നീട് ഉപയോഗിക്കാം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളിപ്പോ 2000 ഓട് ഉദ്ദേശിച്ചു കൊടുത്ത് കുഴിയടിയോ കാര്യങ്ങളോ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ മുറിച്ചു വെക്കാൻ ഉപയോഗിക്കാം. അത് നമ്മളൊരു സെക്കൻഡ് റേറ്റിനാണ് നമ്മളത് കൊടുത്ത് ഒഴിവാക്കുക. പിന്നെ ഉള്ളൊരു കമ്പനി എന്ന് പറഞ്ഞാൽ വിലക്കുറവിൽ നമുക്ക് തരാൻ കഴിയുന്നത്, ഇതിൽ കുറവുകൂടി പറഞ്ഞുതരാം. ഇതാണ് അത് കുറ്റിപ്പുറത്തുണ്ടായിരുന്ന കമ്പനിയാണ്. 1911 കൊടക്കല്. 1911 ഇതിന് കുറവെന്താ അറിയോ? ഇതിന് 95% ഓടിനും ബെൻഡ് ഉണ്ടാവും. ഈ ഇരിക്കുന്ന ഷേപ്പ് കണ്ടോ നിങ്ങള്? ഇങ്ങനെ നിൽക്കുള്ളൂ. ഇതങ്ങനെ ഇതിന്റെ ചൂള അങ്ങനെ വരിക. എങ്ങനെ നോക്കിയാലും ബെൻഡ് ഉണ്ടാവും. പക്ഷെ അത് മേച്ചില് കാണിക്കില്ല, ലീക്ക് ഉണ്ടാവില്ല. ഇതൊക്കെ ഒരുപാട് വർഷം ഉപയോഗിച്ചു വരുന്ന സാധനമുണ്ട്. ഓരോട് ബെൻഡും ഓരോട് സ്ട്രൈറ്റും ആകുമ്പോഴാണ് നമുക്ക് ആ ബെൻഡ് എടുത്ത് കാണിക്കുക. എല്ലാ ഓടും ബെൻഡ് ആകുമ്പോൾ ഒരിക്കലും ബെൻഡ് എടുത്ത് കാണിക്കില്ല. പക്ഷെ ഈ കമ്പനിനെ പറ്റി അറിയുന്ന പോലെ ഇത് ചോദിച്ചു വരുള്ളൂ. ഇനി ആ സാധനം ഉണ്ടല്ലോ, 2ാം നിലയിൽ നിന്ന് താഴത്തേക്ക് കുത്തി വീണാലും ആ ഓട് പൊട്ടില്ല. അത്രക്ക് ടെമ്പറാണ് ഇതിന്റെ ഓട്. നിങ്ങൾ എത്രയിലുണ്ട്? അതിൽ കയറി നോക്കി. ഒരു ഓടുമ്പോ ഇങ്ങനെ ചവിട്ടാൻ പാടില്ല എന്നാണ് ശരിക്കും. ഡയറക്റ്റ് പാടില്ല. 2 ഓടുമ്പോ ചവിട്ടണം എന്നാണ്. നിങ്ങൾ ഡയറക്റ്റ് കയറിയാലും സാധനം പൊട്ടില്ല. ശരി, അത് മോളിലൊക്കെ ഇരുന്ന് നമുക്ക് പെയിന്റ് ചെയ്യാനൊക്കെ പറ്റും അല്ലേ? പക്ഷെ കുറവ് ഞാൻ മുൻകൂട്ടി പറഞ്ഞു തരുന്നുണ്ട്. ഓടിന് ഓൾറെഡി ഒരു ബെൻഡ് ഉണ്ട്. ബെൻഡ് ഉണ്ടാവും അല്ലേ? ഈ ഒരു ബെൻഡ് ഉണ്ടാവും. അത് മേച്ചില് കാണിക്കൂല. എന്താ റേറ്റ് പറഞ്ഞത്? ആണെങ്കിൽ നമുക്ക് ഒരു 18 റേഞ്ചിൽ ചെയ്യാം. അത് അടിതിരയിപ്പും ഉണ്ടാവില്ല കേട്ടോ. മറ്റേ ഒരു ഓട് നേരത്തെ എടുത്തപ്പോ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. അടിയിൽ നിന്ന് ഒരു ചെറിയതായിട്ട് ഇങ്ങനെ ഇളകി അവിടെ അല്ല, ബാക്ക് വശം ഈ ഭാഗമായിട്ടല്ലേ? അടിഭാഗത്ത് ഒരു ഇതുണ്ടാവില്ല, ഒരുമ്പിക്കല് ഒരു സുഖമില്ലാത്ത അല്ലേ? അരവ് ഇതാവുമ്പോഴാണ് അത് ആ ഒരു പ്രശ്നം കാണിക്കുക. കാലപ്പഴക്കം കാരണം ഇത് എത്ര വർഷം കഴിഞ്ഞാലും അതേപോലെ ഉണ്ടാവും അടിഭാഗം. ഇനി അത് ഒരു 2 നേടെ 3 നേടെ എറിഞ്ഞോക്കെ ഇങ്ങനെ എറിഞ്ഞോക്കാൻ സാധനം കൂട്ടില്ല. അത്ര ഹൈറ്റിൽ പോയി. ആ ഓട് പോയിട്ട് നോക്കി നോക്കുകയാണെങ്കിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓടിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചു അല്ലേ? അനുഭവം പഠിത്താനുള്ള ഏറ്റവും വലുത്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ലല്ലോ ഇതിന്. വീണ ഭാഗം പോലും എഡ്ജിന് പോലും ഒന്നും അത്രയും ഹൈറ്റില് ഇപ്പൊ ഒരു 2 നിലയുടെ ഹൈറ്റ് പോയില്ലേ? ഇനി ഞാൻ എറിഞ്ഞിന്റെ എന്താണ്? നിങ്ങൾ കണി എറിഞ്ഞോളി, കറക്കേട് എറിഞ്ഞോളി. പോയി നോക്കി അവിടെ ഉള്ള ഓട് പൊട്ടിയിട്ടുണ്ടാവും. പക്ഷെ അതിനുള്ള ഒറ്റ കുറവുള്ളൂ, ബെൻഡ് ഉണ്ടാവും. അതിനെ കുറിച്ച് പഠിക്കാൻ നമ്മൾ അത് എടുത്തിട്ട് കാര്യമില്ല. ഇതിനെ പിടുത്തം ഉണ്ട്, ഫറൂഖ് കോഡിന്റെ അതിൽ തന്നെ വരും. പാറ്റേൺ ആണ് അത്. അതായത് കുറ്റിപ്പുറത്ത് അതിന്റെ ഫറൂഖ് കോഡുകൾക്ക് മാത്രമേ ഉള്ളൂ അവര് ഫറൂഖ് എന്ന് എഴുതുക.
അല്ലെങ്കിൽ തൃശ്ശൂരും അല്ലെങ്കിൽ ഈ നമ്മളെ അടുത്തൊക്കെ വരുന്ന സ്ഥലത്താണെങ്കിൽ അത് പാറ്റേൺ എഴുതുക. അതേ മാതൃകയിൽ അടിക്കുന്ന ഓടുന്നുള്ള എഴുതാൻ പറ്റുക. ഫറൂഖ് ഓടുകൾക്ക് മാത്രമേ ഫറൂഖ് എന്ന് എഴുതാൻ പാടുള്ളൂ. ചിലവര് ഈ ഫറൂഖ് എന്ന് ഉണ്ടാവും, ഇവിടെ എവിടെയെങ്കിലും PT എന്ന് എഴുതിയിട്ടുണ്ടാവും. അത് ഫറൂഖ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന കച്ചവടക്കാരും ഉണ്ട്. ഇത് എത്രയാണ്? 18 രൂപ വരിക. അത് മൊത്തം പെയിന്റാണ് ഓരോരോ. പക്ഷെ ഇത് ഞാൻ ഇപ്പൊ അമരമ്പലത്തേക്ക് ഒരു 4500 ഓട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചാമപ്പറമ്പ് സ്കൂൾക്ക് കൊടുത്തിട്ടുണ്ട് ഒരു 5000 ഓട്. അവർക്കൊന്നും കംപ്ലൈന്റ് ഇല്ല. പക്ഷെ അവര് അത് അറിഞ്ഞു കൊണ്ടുപോകുന്നവരുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനെ കുറിച്ച് അറിയുന്നവർക്ക് ഇതിന്റെ ക്വാളിറ്റി അറിയുള്ളൂ. അല്ലാത്തവനിത് കാണുമ്പോ മൊത്തം പെൻഡ് തന്നെ വരിക. ഇനി കോമ്പലത്തിലുള്ള തന്നെ ഇത് കച്ചവടം ആയതാണ്. ഞാൻ അവിടെ കാണിച്ചു തന്നില്ലേ കോമ്പലത്ത്, അതിന്റെ ഒരേ പിന്തല വരുന്നുണ്ട് ഒറ്റ ടൈപ്പായിട്ട്. ഇനി ഇത് സെപ്പറേറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഇങ്ങനെ 2 ടൈലാണ് ഇത് വരുന്നത്. ഇതിന്റെ ചാലിനൊക്കെ നല്ല തിക്നെസ് വരിക. ഇത് നമുക്ക് 24 വരുന്നുണ്ട്. ഇതാണ് ആ പറഞ്ഞ സാധനം കോമ്പലത്ത്. വെയിറ്റ് കൂടിയത്. ചാലൊക്കെ ഭയങ്കര തിക്നെസ് ആണ്. ഇതുണ്ടോ ഇതിന് അടിയിൽ ഇനി പട്ടികല്ലേലും ഈ ഒരു ഓട് വന്നെങ്കിൽ എടുത്തതിൽ ഇങ്ങനെ കൂടി ഒപ്പം ആ ഗാഡിയിലാണ് സീറ്റിംഗ് ആയിട്ട് ഇരിക്കുന്നത്. അത് സൂപ്പറായിരിക്കും. ലോക്കാണ്. അത് ചാലിലാണ്, നമ്മളെ ഗ്രൂവിലാണ് ഇരിക്കുന്നത്. വേറെ ഒരു കമ്പനി എടുത്ത് വെച്ചൊക്കെ ഈ ഒരു ഇരുത്തം കിട്ടില്ല. അത് ഓടാണ് ഒന്നിലെ ചാല് പൊട്ടിയിട്ട് പോരും. ഇതുണ്ട് അതിനൊന്നും ആ ഈ ഒരു ഇതിന്റെ ആഴം വരുന്നില്ല. ഈ ഫറൂഖോടാണെങ്കിൽ പോലും അത് ഒന്ന് ഇങ്ങനെ ചെരിഞ്ഞിരിക്കും. നമ്മൾ വച്ചതിനാൽ തന്നെ അത്രത്തോളം ഇതാണ്ടോ ഈ ചെരിവ വരും. അത് പൊടിഞ്ഞോട് പോരും. പിന്നെ അത് കറക്റ്റ് ആ ലെവലിൽ തന്നെ ഇരിക്കും. അത് കാരണം അതിന് ആ ഒരു തിക്നെസ് കൂടുതലാണ് ചാലിന്. അത് ആ ഓടിന് വരുന്ന പോലെ വേറെ ഓടിനും അത്രത്തോളം തിക്നെസ് വരുന്നില്ല. നല്ല സാധനം എപ്പോ നമ്മൾ നന്നാക്കി കൊടുക്കണോ അത്രത്തോളം കാലം നമുക്ക് നല്ല ഓർഡർ ബിസിനസ് വരാൻ കാരണം. ഓട് ബിസിനസ് നമ്മളിതിപ്പോ ഒരു 7 വർഷമായി നമ്മളിതൊക്കെ ഇറങ്ങിയിട്ട്. ഇതിനു മുമ്പ് വേറെ ആളായിരുന്നു. പിന്നെ ഞങ്ങള് ഇതിൻ്റെ ഇടയിൽ 3-4 വർഷം മുമ്പ് നിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്ന് ഇത്ര സ്റ്റോക്കും കാര്യങ്ങളൊന്നും ഇല്ല. അന്ന് ആകെ കുറച്ച് സാധനം. ഒരു മാസം ഞങ്ങൾക്ക് 2 ആൾക്ക് എന്തെങ്കിലും കിട്ടും. പിന്നെന്താ വെച്ചാല് എന്താണെങ്കിലും നമ്മൾ ചെയ്യുന്നത് നല്ല രീതിയിൽ ചെയ്യുക. 24 രൂപ നല്ല വെയിറ്റ് ആണ്. ഇപ്പൊ 54 രൂപയും അതിന്റെ 12% ടാക്സ് ആണ് വരിക. നിലവിൽ ഇപ്പോഴും ഉള്ളൊരു കമ്പനിയാണ് കോഴിക്കോട്. ഇപ്പം പുതിയത് ഓർഡർ എടുക്കുകയാണെങ്കിൽ 54 രൂപയാണ് ഇതിന്റെ വില. ടാക്സും ഇതൊക്കെ പാടെ സൈറ്റിൽ എത്തുമ്പോഴത്തേന് ഏകദേശം 58-60 ഉള്ളിൽ വരും. ഇത് കായംകുളത്തേക്ക് ഒരു 3000 എണ്ണം പോവാണ്ട്. ഇവിടെ ദൂരെ അതിൽ ഒരു ഓട് പോലും ഞാൻ പറഞ്ഞ ആ ഒരു സംഭവത്തിൽ ഉണ്ടാവില്ല. ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഈവൻ ഈ ഒരു 2 പല്ല് പോയതടക്കം നമ്മൾ ഡാമേജ് ഒഴിവാക്കിയിട്ട് തരും. ഇത് 12,000 ഒരു 4 കെട്ട് ഓടും ഓർഡർ ആയതാണിത്. ഇത് ഫറൂഖിന്റെ നാഷണൽ കേട്ടോ. കോംവെൽത്തിനേക്കാളും ആ ഒരു ഇതിനോട് കടപിടിക്കുന്ന ഓട്. ഫിനിഷിങ് നല്ല ഫിനിഷിങ്. അരവ് കണ്ടില്ല മുകളിലെ നല്ല സൗണ്ടൊക്കെ. ഇത് നമുക്ക് 23 ചെയ്യാം. മറ്റേനേക്കാൾ 1 രൂപ താഴത്തേക്ക് വരും. അത് നല്ല പുതിയ ഓട് പോലെ തന്നെ ഉണ്ടാവും. പുതിയ ഓടിന്റെ അരവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണിച്ചില്ല. ഇതും അവിടെ എടുക്കുന്നുണ്ട്. പുതിയ ഓടിന് ഒരു ഇതുണ്ടാവും. പെയിന്റ് ചെയ്ത് കൊടുക്കുമ്പോ എന്ത് റേറ്റ് വരുന്നേ? അത് നമ്മൾ 7 വർഷം മുമ്പുള്ള ലേബറിൽ തന്നെ എപ്പോഴും ചെയ്യുന്നത്. 2.5 രൂപ കഴുകാൻ 2 പുറം. 1000 ഓടിന് 2500 രൂപ കഴുകാൻ ചാർജ് വരും. 1000 ഓട് 2500 രൂപ 2 കോട്ടടിക്കാനുള്ള കൂലി വരും. അത് നിങ്ങൾ അവിടെ പുറത്ത് കമ്പയർ ചെയ്തിട്ട് നോക്കിയിട്ട് മതി. ലോക്കലിൽ ഉണ്ടാവുമല്ലോ പെയിന്റിങ് ഇതൊക്കെ. ഇത് പിന്നെ കോമൽ തന്നെയാണ്. നമ്മൾ മുകളിൽ കണ്ട
ഇനി കാണാത്ത 2-3 ഐറ്റം പുറത്ത് അടക്കും. ഭഗവാനെ, അങ്ങനെ കണ്ടല്ലോ, ഓടിൻ്റെ ചാകര തന്നെയാണ് ഇവിടെ. ഇവരെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ നമ്പർ തരാം. SKP റൂഫ് ടൈൽസ്. ഫോൺ നമ്പർ പറയാം: 8848913766. മറ്റൊരു നമ്പർ പറയാം: 9544913766. അപ്പോൾ ആവശ്യമുള്ളവർ ഇവരെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യണേ. ഇത് നമുക്കൊരു 17.5 ആ റേഞ്ചാണ് വരിക. ഉടക്കൽ എങ്ങനെയാണ് നിങ്ങൾ എടുത്തു തരുന്നത്, എങ്ങനെയാണോ വരുന്നത് അതേ ക്വാളിറ്റി തന്നെയാണ് ഇതിനും വരുന്നത്. 17.5. ഉടക്കൽ 18 ആണെങ്കിൽ അതിനേക്കാളും 1 രൂപ താഴത്തേക്ക് വരും. തൊണ്ണൂറുണ്ടാവും പേര്. 5000 ഒരു സൈറ്റിക്ക് ഓർഡറാണ്. അതിന്റെ ബാക്കി ചിലപ്പോൾ ഉണ്ടാവും. പിന്നെ കാണാത്തതാണ് രാജ കരുവണ്ണൂര്. കരുവണ്ണൂരുണ്ടോ അത് പിന്നെ അപ്പുറത്തുണ്ട് ചെങ്ങല്ലൂര്. രാജ ട്രേഡിംഗ് ചെങ്ങല്ലൂര്. താജ്മഹലിന്റെ എംബ്ലമാണ് ഇവിടെ മുകളിൽ വരിക. ഇതാണെങ്കിൽ നമുക്കൊരു 18 രൂപ റേഞ്ചിൽ ചെയ്യാം. ബെൻഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അത് ഡാമേജ് ആയിട്ട് മാറ്റി വെക്കാൻ നമ്മളുണ്ട്. ഇത് ഇതെടുത്തേ. ആ മുകളിൽ ഉള്ളൊരു പീസ് ഡാമേജ് ആയിട്ട് മാറ്റി. ഇപ്പൊ അതൊരു കൺവെൻഷൻ സെന്റർ ആണ് തൃശ്ശൂര്. രാജ കൺവെൻഷൻ സെന്റർ. ആ കമ്പനികളൊക്കെ മൺമറഞ്ഞു പോയി അല്ലേ? നമ്മളെ ഇവരെ ഇതിലാണ് ആ ഒരു ഇഷ്യൂ ഉണ്ടായത്. ആ മറ്റേ ഒരു സെക്യൂരിറ്റിനെ അവരെ വാപ്പാര കമ്പനിയൊക്കെ ആയിട്ട് വരുന്നത്. ഇനി ക്യാപ്പിന്റെ കൂടി ഉണ്ട്. ഇതേ ക്വാളിറ്റിയിൽ വരുന്നത് ഇത് പിന്നെ ഉണ്ടാവും. പക്ഷെ അതെന്താ വെച്ചാല് 2 ഡയ്യ വരുന്നു. അതുകൊണ്ടാണ് ഇത് കാണിച്ചത്. 2 ഡൈ എന്ന് പറയുമ്പോൾ 2 ഡൈ പറഞ്ഞു കഴിഞ്ഞാല് ഈ കമ്പനിയുടെ ഇത് എലൈ ഡയമണ്ട് എന്ന് എഴുതിയ കമ്പനിയാണ്. ഇതും എലൈ ഡയമണ്ട് എന്ന് എഴുതിയ കമ്പനിയാണ്. പക്ഷെ ഇത് തമ്മിൽ അളവിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ഒന്ന് നോക്കൂ. ഇത് ഇവിടെ പട്ടിക്ക് വരികയാണെങ്കിൽ ഇത്ര വ്യത്യാസം വരുന്നുണ്ട് ഒരു വിരല്. അപ്പൊ ഡ്രസ് വർക്കിന് ഇങ്ങനത്തെ സാധനം കൊടുക്കാൻ കഴിയില്ല. അളവിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ വിഷയമാവും. കാരണം എന്താ വെച്ചാൽ ഈ കൊല്ലങ്ങൾ മാറും തോറും ഈ ഡൈയെ തേയ്മാനം വരുമ്പോൾ ഈ ഡൈ ഒരു മാറ്റും. ഡൈ മാറ്റുമ്പോൾ എന്താ വെച്ചാൽ അതിന് എന്തെങ്കിലും അളവിൽ വ്യത്യാസം വരും. അത് ശ്രദ്ധിച്ച് നോക്കിയാൽ അതിന്റെ വ്യത്യാസങ്ങൾ അറിയാൻ കഴിയുള്ളൂ. ഇവിടെ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്, ഇവിടെ ബ്രിക്ക് ആൻഡ് ടൈൽസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ സംഭവം. ഇത് ഫറൂഖ് അല്ല ഒരിക്കലും, കണ്ടില്ലേ? ഇത് ഫറൂഖാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഒരിക്കലും ഫറൂഖ് അല്ല. ഇത് പാറ്റേൺ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ പാറ്റേൺ എന്താണെന്ന് ആർക്കും അറിയില്ല. അല്ലെങ്കിൽ ഇത് പാറ്റേൺ എന്നാണ് ഉദ്ദേശിക്കുന്നത് പല കസ്റ്റമറിനും അറിയില്ല. ഇത് ഫറൂഖിന്റെ ഓടാണ്, ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ് പറഞ്ഞിട്ടാണ് പലരും കൊടുക്കുന്നത്. ഇതാണ് നമ്മളെ സിനിമാ നടി KR വിജയ ഉണ്ടായിരുന്നല്ലോ, അവരെ ഫറൂഖിലുണ്ടായിരുന്ന അന്നത്തെ കാലത്തെ കൈകൊണ്ട് അടിച്ച ഓടാണത്. 3 കിലോ സിനിമാ നടി KR വിജയ. ഇത് സാധാ ഓടിന്റെ ഷേപ്പ് അല്ല കേട്ടോ. ഒരു സൈഡ്
ഫ്ലാറ്റ് ആണ്, ഒരു സൈഡ് കർവാണ്. അതിന്റെ പിന്നിലുണ്ടാവും മധുര കമ്പനി. റയർ പീസാണ്. മേഡ് ഇൻ ഇന്ത്യ തമിഴിലാണ് ഇതാ മധുര കമ്പനി. മധുര കമ്പനി സിനിമാ നടി KR വിജയുടെ കമ്പനിയാണ് അല്ലേ? ഇപ്പൊ സ്ഥാപനം ഇല്ല, ഇപ്പൊ ഇല്ല. അതിന് പിന്നെ സിംഗിളാണ്, പിന്നെ ഡയമണ്ട് ആണ്, പിന്നെ എണ്ണ ഇല്ലാത്ത. സെയിം റേറ്റാ? ഇത് ഷൊർണൂർ കൊണ്ട് റിപ്പീറ്റ് ചെയ്ത് വരികയാണെന്ന് മാത്രം. അവിടെ കണ്ടിട്ടുണ്ട്. പുതിയ ഓടുണ്ട്. പുതിയ ഓടുകളുണ്ടല്ലോ. അത് ജാളിയാണ്. വെട്ടുകല്ലാണത്. സൂപ്പർ അല്ലേ? എനിക്കറിയില്ലടാ, എന്തായിരിക്കും വീട്ടിനകത്ത്. നല്ല റേറ്റ്. അതെന്താ റേറ്റ് വരുന്നത്? അത് സ്ക്വയർ ഫീറ്റ് ആണ് 110. അതിന് ക്ലാരിറ്റി മറ്റൊന്നും വരുന്നുണ്ട്, ഒരു 9 രൂപ റേഞ്ചില്. നമ്മൾ ഇഷ്ടിക വിരിച്ചു പോലെ ഉണ്ടാവും. ക്ലാഡ് വരുന്നുണ്ട്, അത് കുറച്ച് റേറ്റ് കുറവാണ്. ഒരു പീസ് റേറ്റാ? 9 രൂപ അല്ലേ? 10 റൂമിന് എത്ര എണ്ണം വേണം? 10 റൂമിന് 10 റൂമിന് എത്ര എണ്ണം വേണ്ടി വരും? ചുമരിലൊട്ടിക്കാൻ കംപ്ലീറ്റ്. തറയില് ഇത് തറയ്ക്കുള്ളതല്ലേ? ചുവരിലൊട്ടിക്കാനുള്ളതാ? ചുമരിലൊട്ടിക്കല്ല. ഓ അത് ശരി. അതും ചുമരിലൊട്ടിക്കല്ല. നേരത്തെ കണ്ടത് പില്ലറിലൊക്കെ ഒട്ടിക്കുന്നത് അങ്ങനെ വരും. എന്നിട്ട് ക്ലിയർ കോട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉള്ളില് ഒക്കെ ചെയ്യുന്നതാണ്. ടൈല് തന്നെ ഉള്ളിൽ അടിക്കും. ഇതാണ് ഫ്ലോർ ടൈലുകൾ വരുന്നത്. ഒന്നിട്ടൊന്ന് അത് ഇമ്പോർട്ടഡ് ആണ് കേട്ടോ, വിയറ്റ്നാമിൽ നിന്ന് വരുന്നുണ്ട്. എന്താ റേറ്റ് വരുന്ന പീസ്? അത് 76 വരുന്നുണ്ട്, 84 വരുന്നുണ്ട്. 76 ഏതാ നിങ്ങളെ കയ്യിലുള്ളതാണ്. അത് 10 mm തിക്നെസ് വരും. അല്ല, 10 റൂമിന് എത്ര ഓട് വരും? 10 വരുമ്പോ 100 സ്ക്വയർ ഫീറ്റ് അല്ലേ വരും അല്ലേ? 10 നീളം 10 വീതി എന്ന് പറയുമ്പോ 100 പീസ് മതി. ഒരു സ്ക്വയർ ഫീറ്റ് ഒന്നാണ് വരിക. പിന്നെ 9 9 വരുന്നുണ്ട്, അപ്പൊ അതിന്റെ എണ്ണം കൂടും. സ്റ്റോക്ക് ഇത് വെള്ളം കുടിക്കില്ല കേട്ടോ, വെള്ളം ഒബ്സർവ് ചെയ്യില്ല, നമുക്ക് തുടക്കാൻ പറ്റും. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നുണ്ട്, അത് വെള്ളം കുടിക്കുക. ഇത്ര കോസ്റ്റ് വരുന്നില്ല, ഒരു 52-50 ആ റേഞ്ചാണ് വരിക. ഇതേ ഫിനിഷിങ് ഉണ്ടാവും. പിന്നെ ഇതിന്റെ ഗുജറാത്തിന്റെ കോപ്പി വരുന്നുണ്ട്, ഇതേ സാധനത്തിന്റെ ഗുജറാത്തിന്റെ കോപ്പി. അതൊരു 55 to 60 ഉള്ളിലാണ് അതിന്റെ ഒരു. ഇതിന്റെ പുറത്ത് നമ്മൾ ചവിട്ടി നമുക്ക് വാദത്തിന്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഏറ്റവും നല്ലതാണ് ശരിക്കും, നമ്മള് മണ്ണ് ചവിട്ടി നടക്കണമെന്നാണ് ശരിക്കും എപ്പോഴും പറയുന്നത്. പെടുന്നാട് ഒരുപാട് ഗുണങ്ങളുണ്ട്, പക്ഷെ എക്സ്പെൻസും അതിന്റെ ആ ഒരു മെയിൻ്റെനൻസും നമ്മൾ ആലോചിച്ചിട്ടാണ് പലരും പിന്നിൽ വെക്കുന്നത്. തുടച്ചതിനപ്പൊ ഉണങ്ങിയിട്ട് ഇവിടുന്ന് പോകണം എന്നുള്ള എല്ലാവരും ചെയ്യുന്നവരുണ്ട് കേട്ടോ, ഒരുപാടായിട്ട് ചെയ്യുന്നവരുണ്ട്. ഈ മനകൾക്ക് എപ്പോഴും കൊണ്ടുപോകുന്ന ഇതാണ്, അതാ മണ്ണിന്റെ കളറായിട്ട് വരുന്നുണ്ടല്ലോ, അതാണ് ഇതൊക്കെ വിയറ്റ്നാമിന്റെ ഇമ്പോർട്ടഡ് ആണ്. നമ്മളെ നാടൻ വരുന്നത് അവിടെ അപ്പുറത്തിരിക്കുന്നുണ്ട്. ഇതൊക്കെ അവിടുത്തെ റേറ്റിന്റെ 116 118 രൂപയോളം. ഇതിന്റെ ഗുജറാത്തിന്റെ കോപ്പിയും വരുന്നുണ്ട്, 85 ആ റേഞ്ചൊക്കെ വരുന്നത്. കുറച്ച് പോർഷനൊക്കെ സാധാരണക്കാരന് നമ്മളൊക്കെ വരുന്നത് അവരുടെ നാടായിരിക്കണം. നമുക്ക് ഒരു 7 മെഡിഷാപ്പ് ഉണ്ട് ഇവിടെ, 7 വർഷമായിട്ട്
പിന്നെ മാനേജർ കൂടി ഉണ്ടാക്കി ഒറ്റയ്ക്ക് മാനേജ് ചെയ്തിരുന്ന ഭ്രാന്തിച്ചു. കാരണം എന്താ പറയുക, പുതിയത് ഒരാൾക്ക് തൃപ്തിപ്പെടുത്തി കൊടുക്കല് ഈസിയാണ്. പഴയത് ഒരേപോലെ ഒരു കംപ്ലൈന്റും ഇല്ലാതെ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം പുതിയതാണെങ്കിൽ നിങ്ങൾ ഈ ഒരു നോട്ടൊന്നും നോക്കില്ല, അത് പറഞ്ഞ കമ്പനിയാണോ നോക്കും, ആ ക്വാളിറ്റി ആണോന്നും ചെക്ക് ചെയ്യും, പൈസ തരും പോകും. പഴയത് തിരിഞ്ഞും മറിഞ്ഞും കടന്നും അത് അരിമ്പാക്കുള്ള ഓട്ടമാണ്. അത് വാർപ്പിന്റെ മുകൾക്കുള്ളതാണ്. ഇതാണ് രാജ പെയിന്റ് അടിച്ചു വരുമ്പോ ഏകദേശം വരും കേട്ടോ. ഇതിന് പാണ്ടിക്കാട്ടുള്ള ഓർഡറാണത്. അപ്പൊ അവർക്ക് എന്താ മാർബിൾ അവിടുന്ന് വില കുറവിന് കിട്ടിയായിരുന്നു. 3500 ഓർഡർ അവരെ ഏൽപ്പിച്ചതാണ്. അപ്പൊ ഞാനിവിടെ ബാക്കിയുള്ള അർജന്റീന പണികൾ തീർക്കാൻ എഴുതിയിട്ട് പുള്ളിക്കാരന്റെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചതാണ്. രാജ നമുക്ക് പെയിന്റ് അടിച്ചു വരുമ്പോ ഇങ്ങനെ വരിക. ഇത്രയും ഭാഗം നമ്മൾ പെയിന്റിങ് ചെയ്യുള്ളൂ കേട്ടോ. ഇതൊക്കെ ഉള്ളിൽ പോകുന്ന ഭാഗമാണ്. നിങ്ങൾ അടിച്ചു തരണം എന്ന് പറഞ്ഞാൽ അടിച്ചു തരും, ആവശ്യമില്ല, അത് ഉള്ളിൽ പോകുന്ന ഭാഗമാണ്. ഇതൊരു ഓട്ടൊക്കെ അടിച്ച് അങ്ങനെ വെച്ച് നിർത്തിയതാണ്, കാരണം ഇനി അത് പൊടി പിടിക്കുന്ന ഉറപ്പാണ്. അതൊക്കെ ഈ ലേഡീസ് സ്റ്റാഫുകളാ ചെയ്യണേ പെയിന്റിങ്.